നമസ്കാരം. പശ്ചിമേഷ്യ കത്തുകയാണ്. അടിക്ക് തിരിച്ചടിയെന്ന നിലയിൽ ഇറാനും ഇസ്രായേലും നേർക്കുനേർ പൊരുതുകയാണ്. ഇസ്രായേലിൻ്റെ തകർക്കാനാകാത്ത വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ വിള്ളലുണ്ടാക്കി ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പൊതുവെ നേരത്തെ ഗൾഫ് യുദ്ധകാലത്തും ഉക്രൈൻ റഷ്യ യുദ്ധസമയത്തും ലോകമെമ്പാടും കാഴ്ചക്കാരായി മാത്രം നിൽക്കുകയാണെങ്കിലും ഏവരുടെയും ആശങ്ക ഇതിനുശേഷമുണ്ടാകുന്ന അനന്തര ഫലങ്ങളാണ്. അതിൽ പ്രധാനം എണ്ണയുടെ വിലവർധന തന്നെയാണ്. ഇപ്പോൾ ആഗോള അസംസ്കൃത എണ്ണ വിപണിയിൽ കടുത്ത ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. ഈ യുദ്ധം എണ്ണ വിതരണത്തെ ബാധിക്കുമോ എന്നതാണ് വിപണിയിലെ ആകാംക്ഷ. ഇറാന്റെ കാര്യം നോക്കിയാൽ അവർ വൻകിട എണ്ണ ഉൽപ്പാദകരുടെ കൂട്ടത്തിൽ 7-ാം സ്ഥാനത്തും എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടമായ ഒപെക് പ്ലസിൽ 3-ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഒരു ദിവസം 40 ലക്ഷം ബാരൽ ഉൽപ്പാദനവും 20 ലക്ഷത്തോളം ബാരൽ കയറ്റുമതിയും ഇറാനിൽ നിന്നും നടക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണം ഇറാന്റെ എണ്ണ ഉൽപ്പാദന വിതരണ ശൃംഖലകളിൽ നടന്നാൽ ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിലയ്ക്കും എന്നതാണ് വസ്തുത. ഇപ്പോൾ ഇസ്രായേൽ ഇറാനിലെ സൗത്ത് പാർസിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. സൗത്ത് പാർസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപ്പാദനം നടക്കുന്ന ഇടങ്ങളിലൊന്ന്. ഇവിടെ നിന്നുള്ള ഉൽപ്പാദനം ഇറാൻ ഇപ്പോൾ ഭാഗികമായി നിർത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 9700 ചതുരശ്ര കിലോമീറ്ററാണ് ഇറാന്റെയും ഖത്തറിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള ഈ വാതക ഉൽപാദന കേന്ദ്രത്തിന്റെ വിസ്തൃതി. ഇറാന്റെ പ്രകൃതിവാതക ശേഖരത്തിന്റെ പകുതിയോളം ഇവിടെ നിന്നാണ്. യുദ്ധം ഇനിയും തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നുള്ള ഇറാന്റെ പ്രസ്താവന മറ്റൊരു ആശങ്കയുണർത്തുന്നുണ്ട്. ഇതുവഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ലോക വിപണിയിലേക്ക് എണ്ണ വിതരണം നടത്തപ്പെടുന്നത്. ലോകത്തിലെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 1/3 പേർഷ്യൻ ഗൾഫ് മേഖലയിലാണ്. ഈ മേഖല ഇറാനും ഒമാനും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ജലപാതയാണ്. ആഗോളതലത്തിൽ കടൽ മാർഗം നടക്കുന്ന എണ്ണ വിതരണത്തിൻ്റെ 20% ദ്രവീകൃത പ്രകൃതിവാതകം അഥവാ LNGയുടെ 21% കടന്നു പോകുന്നതും ഇതുവഴിയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ബാരലിന് $69.36 നിന്ന് ഒറ്റയടിക്ക് 13% വർദ്ധിച്ച് $78.5 വില വർദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ യുദ്ധം തുടർന്നാൽ അത് ബാരലിന് $100 മുതൽ $120 വരെ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നേരിട്ടുള്ള സൈനിക ആക്രമണത്തിനേക്കാൾ രാജ്യങ്ങൾ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക മേഖലകൾ എന്നിവയാണ്. ഇറാന്റെ എണ്ണ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇസ്രായേൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയപ്പോഴും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെ ഒഴിവാക്കിയിരുന്നു. പേർഷ്യൻ ഗൾഫ് തീരത്തുള്ള അബദാനിലെ ഇറാന്റെ എണ്ണ ശുദ്ധീകരണ ശാലയിലും ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരുന്നു. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം പ്രകൃതിവാതക ഉൽപ്പാദനത്തിൽ 3-ാം സ്ഥാനമാണ് ഇറാനുള്ളത്. ഇറാൻ പ്രത്യാക്രമണം നടത്തിയതോടെ ഇസ്രായേലിലെ ഹൈഫ ബേയിലെ എണ്ണ ശുദ്ധീകരണ ശാലയും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടു. ഇനി ഈ യുദ്ധം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ, നേരത്തെ സംഘർഷ സമയത്തും കുറഞ്ഞ വിലയിൽ ഇറാനിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി നടത്തിയിരുന്നു. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുകയാണ്. ഓരോ ബാരലിലും ഉണ്ടാകുന്ന നേരിയ വില വർധന പോലും ഇന്ത്യക്ക് വലിയ ആഘാതമാണ് നൽകുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നതും വ്യാപാര കമ്മി ഉയരുന്നതും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുന്നതും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ദോഷകരമായി ബാധിക്കുന്നതുമാണ്. ഇത്തരം ഭീകരാവസ്ഥയിൽ എത്രയും വേഗത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം വീണ്ടെടുക്കുക എന്നത് മറ്റ് ലോകരാജ്യങ്ങളോടൊപ്പം തന്നെ ഇന്ത്യക്കും വിലപ്പെട്ട ഒന്നാണ്. പുതിയ അപ്ഡേറ്റ് വാർത്തകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.